നാട്ടിലുള്ള ഫ്ലേവറേ അല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എനിക്കിതൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് കുഞ്ഞു പരിപാടീസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൂനൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കയാക്കിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മുടെ പരിപാടികൾ. ഞങ്ങളുടെ കല്യാണം 2021 അത് പക്കാ കൊറോണ ടൈം ആയിരുന്നു. അപ്പോൾ ഒരു 10 പേരൊക്കെ ആ ടൈമിൽ അറിയാമല്ലോ, 10 പേര് 20 പേരൊക്കെ ആയിരുന്നു കല്യാണത്തിന് ഉണ്ടാവാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കുട്ടി കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ കുറച്ച് വീഡിയോസ്, കുറച്ച് പോർഷൻസ് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം. ഇതാട്ടോ നമ്മുടെ വെഡ്ഡിങ് വീഡിയോയുടെ ഹൈലൈറ്റ്സ്. അപ്പൂന് ഞാനൊരു സർപ്രൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു മൊമെന്റിന് വേണ്ടി കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവറ് വെച്ചേ, അത് വള്ളി നോക്കിക്കേ. അവരെ കൊണ്ട് തന്നെ റാപ്പ് ചെയ്ത് കാണിച്ചു അല്ലേ? പെർഫ്യൂമാ. പിന്നെ ചീത്ത വിളിച്ചോണ്ട് കഴിയുമ്പോ കാര്യം അതിൻ്റെ അകത്തുള്ളതൊരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കി വെച്ചത്. ഇത്തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിഫ്റ്റ് മേടിക്കുന്നില്ലെന്നായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്തു. തുറക്ക്, അടിച്ചു നോക്ക്, സ്മെല്ല് ഇഷ്ടപ്പെട്ടോ നോക്ക്. പണം പോട്ടെ, പവർ വരട്ടെ. ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് സ്മെല്ലാ. സന്തോഷായോ? അയ്യോ, ഭയങ്കര വിലയില്ലേ ഇതിനെ? അതെ, അല്ല അത് പറയില്ല. നമ്മുടെ കൂടെയുള്ള ആള് ഹാപ്പി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയ കയാക്കിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് അത് കണ്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്കുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഒരു 1 വീക്ക് മുന്നേ തന്നെ നമ്മൾ അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തൊട്ടടുത്ത് തന്നെ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടുള്ളപ്പോൾ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ടിക്കറ്റ്സൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു. പെട്ടെന്ന് ബുക്കിംഗ് ആയി പോകുന്നൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ സമ്മർ സീസൺ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഇറങ്ങുമല്ലോ. അതുകൊണ്ടുകൂടി ആയിരിക്കും ഈ സമയത്ത് ടിക്കറ്റ് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നതേ. നമ്മളിപ്പോൾ ഉള്ളത് ഡെർബിഷെയറിൽ പീക്കിൻ്റെ അടുത്തുള്ള കാർസിൻടൺ വാട്ടറിലാണ്. ഇത് ശരിക്കും 7 ട്രെൻഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന 7 ട്രെൻഡിൻ്റെ അണ്ടറിലുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് പലതുണ്ട്. ഇപ്പോൾ നമ്മൾ കയാക്ക് ഉണ്ട്, നമ്മൾ ബുക്ക് ചെയ്തിരുന്ന കയാക്കാണ്, ഡബിൾ കയാക്കാണ്. സിംഗിൾ കയാക്ക് ഉണ്ട്, സിറ്റ് ഓൺ കയാക്ക്, സ്റ്റാൻഡ് ഓൺ കയാക്ക്, മറ്റേ പെഡൽ ബോട്ട്, എല്ലാ ടൈപ്പ് ബോട്ടിങ്ങും ഉണ്ട്, സ്പീഡ് ബോട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. നമുക്ക് അറിയാത്ത എല്ലാ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോ ടൈം സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം, കാരണം ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരാം. ആവശ്യത്തിനുള്ള വാട്ടർ സ്പോർട്ട് എത്ര പേർക്കാണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവർ തരും. ഇടാനുള്ള ജാക്കറ്റ്, ട്രോൾ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, ലൈഫ് ജാക്കറ്റ്, എല്ലാ സാധനങ്ങളും തരും. നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. പീക്കിൽ വരുന്നവർക്ക് അതുപോലെ വാട്ടർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ പറ്റിയൊരു സ്പോട്ടാണിത്.
വലിയ മുടക്കൊന്നുമില്ല. ഒരു 24 പൗണ്ടിന് 1 അവർ 2 പേർക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് ഇറങ്ങാം, വെള്ളത്തിലേക്ക് ഇറങ്ങാം. നല്ല അടിപൊളി വെതറാണ്, കയാക്കിങ്ങിന് പറ്റിയ വെതറാണ്. Maybe next time. അകത്ത് ചേഞ്ചിങ് ഫെസിലിറ്റി ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കയാക്കിങ്ങിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് കേട്ടോ ഇവർ നമ്മളെ ഇറക്കുന്നത്. എങ്ങനെ ഇരിക്കണം, എങ്ങനെ തുഴയണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ഇറക്കി വിടുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു തന്നാലും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വെപ്രാളമൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം തെറ്റായിരുന്നു കേട്ടോ. അപ്പു തുഴയുന്നത് ഞാൻ തുഴയുന്നത് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ അപ്പു ശരിക്കും ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. കാരണം അപ്പു വലത്തേക്ക് തുഴയുമ്പോൾ ഞാനത് ഇടത്തോട്ടായിരുന്നു തുഴഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മുന്നോട്ട് തുഴയുമ്പോൾ ചില സമയത്ത് ഞാൻ പുറകോട്ടും. ഈ റിസർവോയറിൽ മൊത്തം 2 ഐലൻഡുകളുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, അതെന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന്. ഇവിടെ ഒരാൾ നമ്മളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഉദ്ദേശം നമ്മൾ ആ ഐലൻഡിലേക്ക് ഇറങ്ങരുതെന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ഐലൻഡിൽ കുറേ ബേഡുകളുണ്ട്. അവയെല്ലാം കുഞ്ഞുങ്ങളെ അടവച്ച് വിരിച്ചിറക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കയറാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ കൊത്തി ഓടിച്ചുകൊണ്ടിരുന്നത്. സംഭവമൊക്കെ നല്ല രസമാണ്, പക്ഷേ തുഴയാൻ അറിയാവുന്നവരായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പഠിത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തുഴയുമ്പോൾ ഇത് 360 ഡിഗ്രിയിൽ കിടന്ന് കറങ്ങുക. അവസാനം അപ്പോൾ തീരുമാനിച്ചു എന്നോട് തുഴയാണ്ടിരിക്കും, തന്നെത്താൻ തുഴഞ്ഞോളാൻ തീരുമാനിച്ച് തുഴയുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ 9th ലാർജസ്റ്റ് റിസർവോയർ ആണ് കേട്ടോ ഇത്. 1992 ക്വീൻ എലിസബത്ത് II ഇത് ഓപ്പൺ ചെയ്യുന്നത്. 36,331 മെഗാ ലിറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. വാട്ടർ സ്പോർട്സും ബേർഡ് വാച്ചിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്തു പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ചെറിയ കുട്ടികൾ തൊട്ട് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാഴ്സിംഗ്ടൺ വാട്ടറിൻ്റെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്നൊരു 1 hour സ്ലോട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ അത്. തുഴച്ചിൽ ഇച്ചിരി മല്ലാന്നേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ചുറ്റും നല്ല അടിപൊളി സീനറിയാണ്, നല്ല തണുത്ത കാറ്റുമുണ്ട്. നമ്മളും ഈ പോകുന്ന താറാവും അവിടെ നിന്ന് ഒന്നിച്ച് തുഴഞ്ഞു വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി കേട്ടോ. വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. സൈക്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് സൈക്കിൾ ഹയർ ചെയ്ത് റിസർവറിന് ചുറ്റുമുള്ള പാത്തിൽ കൂടെ നമുക്ക് ഓടിക്കാനും പറ്റും കേട്ടോ. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുത്തു കേട്ടോ. അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമുക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ എന്നൊക്കെ നനഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി. ഇപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡൊക്കെ വരുത്തുള്ളൂ. ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇവിടെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇട്ടുള്ള ഡ്രസ്സിൽ ഇറങ്ങാം ആ ഒരു കൺസെപ്റ്റിലൊക്കെയാണ് വന്നത്. പക്ഷേ ഇവിടെ അവർ ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം സൂപ്പറായിരുന്നു. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, വാട്ടർ സ്പോർട്സ് മാത്രമല്ല, ഇവിടെ കുറേ ഏരിയ ഉണ്ട് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ആയിട്ട് പോകാം. കുറച്ച് സമയം നമ്മൾ ആ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ പതുക്കെ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം എന്നൊരാലോചന വന്നു കേട്ടോ. കുറേ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ അവസാനം ഒരു ആഫ്രിക്കൻ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തു. നമ്മളുണ്ടല്ലോ അവിടെ കറങ്ങി നടക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പെട്ടെന്ന് പ്ലാനൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നേക്കും കേട്ടോ. ഒരു ആഫ്രിക്കൻ റെസ്റ്റോറൻറ്റാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഫുഡ് ട്രൈ ചെയ്യാൻ വരുന്നത്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താ എന്നൊരു ഫീലിലായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരത്തേക്ക്. ലാസ്റ്റ് നമ്മൾ കിക്കിനിങ് കെനിയ ഓർഡർ ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് അത് അവർ നമ്മളെ മുന്നിൽ കൊണ്ടു വെച്ചു. ആ പ്ലേറ്റിംഗ് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ. എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും?
നാട്ടിലൊന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന് എരിവുണ്ട് ഈ റൈസിന് ഞങ്ങൾക്ക് അതിന് എരിവ് അല്ലേ നാട്ടിലുള്ള ഫ്ലേവറേ അല്ല. രസമാണ് എല്ലാവരും എല്ലാം പഠിക്കും കുറച്ച് അല്ല ഫ്ലേവർ നല്ല വെറൈറ്റി ഫ്ലേവറുകൾ. ആഫ്രിക്കൻ ഫുഡിന് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഇത്രയൊക്കെ ട്രിഗർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവർ നമ്മുടെ മുന്നിൽ വെച്ച് തന്ന കുറേ സോസുകളാണ്. ഈ ഓരോ ഫ്ലേവറും തന്ന ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ഡെർബി സിറ്റി സെൻറ്ററിൽ തന്നെയായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. കുറേ നാൾ കൂടിയിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇത്രയും സംതൃപ്തിയോടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത സാധനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റും നല്ല രസമുണ്ടായിരുന്നു. എന്നാലും അങ്ങോട്ട് പോകാനെടുത്ത തീരുമാനം എന്നാലും നല്ലതായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഏറെക്കുറെ നമ്മുടെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.